സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസാ പൂജിക്കൂ. സഭാജയൻ മന്യമാനഃ ജ്ഞാനം കേവലമാശ്രിത. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും എന്ന് പറഞ്ഞാലോ, ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ, ബ്രാഹ്മണനിൽ പുൽക്കസൻ, പട്ടി മാംസം ഭക്ഷിക്കുന്ന പുൽക്കസൻ, സ്തേനെ കള്ളൻ. പക്ഷെ ഇവരെയൊക്കെയാണല്ലോ കണ്ടാൽ നമ്മൾ വെറുപ്പ്. മനസ്സുകൊണ്ടവരെ ഒക്കെ ഈശ്വരനായി കാണും. എന്തിന്? നിങ്ങൾക്ക് പൂർണ്ണമായ ആനന്ദം വേണമെങ്കിൽ. ഇതൊരു മായയാണ്. ഒരേ വസ്തുണ്ട്, കടുവയുടെയും പുലിയുടെയും മാനിന്റെയും കൃഷ്ണന്റെയും ഒക്കെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരേ സ്വർണം. അവിടെ വേറെ എന്തുണ്ട്? ഇത് കടുവയാണ്. അല്ല, അത് സ്വർണം. സ്വർണം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ ഒക്കെ സ്വർണം. ഒരേ ബോധം, ഒരേ ബ്രഹ്മത്തെ കൊണ്ടാണ് ബ്രാഹ്മണനെയും പുൽക്കസനെയും, പുൽക്കസേ സ്തേനെ കള്ളനെയും, ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകേ ബ്രഹ്മാവിനെയും, സൂര്യനെയും, ഒരു ചെറു തീപ്പൊരിയെയും എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മമയമായി കാണണം എന്ന് പറഞ്ഞപ്പോ ഉദ്ധവന് വല്ല സംശയവും തോന്നുമോ? നമുക്കൊക്കെ ചോദിച്ചു. അപ്പോ കള്ളനെയും ബ്രഹ്മമായി കാണണമോ? സാർ, തീർച്ചയായിട്ടും. ഉള്ളിൽ ബ്രഹ്മമായി കള്ളനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനും ബ്രഹ്മമാണ്. കള്ളന്റെ രൂപം കൈക്കൊള്ളാനും ഇവിടെ ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല. എന്ത് ചെയ്യാം? അതൊന്ന് അനുഭവിച്ചാൽ അവനവന് സർവം ആനന്ദമയം. ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചെയ്യുക. അക്രൂരനിലോ ക്രൂരനിലോ ആവട്ടെ. സമദൃക് പണ്ഡിതോ മത. സമദൃക് ആരാണോ ബ്രഹ്മത്തെ കാണുന്നത് അവനാണ് അറിവുള്ളവൻ. അല്ലാതെ കൃഷ്ണനും ഇതല്ലേ പറയുന്നത്? ഇത് തന്നെ ഗീതയിൽ, ഇതും കൃഷ്ണൻ തന്നെ പറയുന്നത്. അത് ഭാഗവതത്തിൽ ഒരേ കൃഷ്ണൻ രണ്ടിടത്ത് രണ്ടു വിധത്തിൽ പറയുമോ? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി. വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും, ശുനിജൈവ സ്വപാകേച്ച പണ്ഡിതനിലും, പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനിലും, ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. പണ്ഡിതന്മാർ സമദർശികളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്, സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസ്സാ പൂജിക്കൂ അർജുന. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തെ ഓർമ്മിക്കൂ. ആരാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്? ഇതം ഹി വിശ്വം ഭഗവാൻ എന്നാണ് നാരദൻ വ്യാസനോട് പറയുന്നത്. അല്ലയോ വ്യാസരെ, ഈ വിശ്വം ഭഗവാനാണ്. നിങ്ങൾക്ക് ഈശ്വരനെ കാണണം. ഈശ്വരനാണിത്. അല്ലാതെ ഇവിടെ ഈശ്വരനല്ലാതെ വേറെ യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഭാഗവതം തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ പരമമായ ജ്ഞാനമാണ് സർവത്ര ഉപദേശിച്ചിരിക്കുന്നത്.